നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവൾ അമ്മയെ അച്ഛനെ ഒന്നും കാണാൻ പോയതല്ലെന്ന് ഉറപ്പാ. അവൾ ആ നിർമ്മലയുടെ അരികിലേക്ക് തന്നെയാ പോയത്. ഒരു ഉഗ്രൻ ചാൻസ് കിട്ടിയിട്ട് ആന്റി കൊണ്ടേ കളഞ്ഞു കുളിച്ചില്ലേ, കഷ്ടം. എന്റെ ശിവാനി, ഞാൻ കൃത്യമായിട്ട് അവളെ ഫോളോ ചെയ്തതാ. പക്ഷെ ആ മെഡിക്കൽ സ്റ്റോറിൽ കയറി അന്വേഷിക്കാൻ പോയതാ മണ്ടത്തരമായി പോയത്. എന്തായാലും മണ്ടത്തരം കാണിച്ചല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പുറകെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാണും. ആ മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ വെച്ച് തന്നെയാ അവൾ എന്നെ ചീറ്റ് ചെയ്തത്. ആന്റി ഒന്ന് വെയിറ്റ് ചെയ്തേ, ഞാൻ ഈ കാര്യത്തിലെ ഒരു ഉറപ്പ് വരുത്തട്ടെ. നീ ആരെയാ വിളിക്കുന്നേ? ആന്റി ഒന്ന് വെയിറ്റ് ചെയ്. പറയടി. അമ്മേ, നിധി ഇവിടെ വന്നായിരുന്നോ? നിധിയോ? എന്താ കാര്യം? അമ്മയെ കാണാൻ പോകുന്നു പറഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു. അല്ല, അവിടേക്ക് തന്നെയാണോ വന്നതെന്ന് അറിയാനാ. വന്നോ ഇല്ലയോ അത് പറ. ഇവിടെ നിധിയും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അവള് വേറെ വല്ലയിടത്തും പോയതായിരിക്കും. നിധി അവിടെ വന്നിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതോ അമ്മയുടെ ശ്രദ്ധയിൽ പെടാത്തതാണോ? ഓ, ഞാനിവിടെ മനോരാജ്യം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഒന്നാമത് ആ ചന്ദ്രിക രാവിലെ എവിടെ പോയി? ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് പണിയെടുത്ത് നട്ടല് പൊട്ടുവാ. നീ ഫോൺ വെച്ചിട്ട് പോയേ. അല്ല, അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായി. നിധി പോയത് അവളുടെ വീട്ടിലേക്കല്ല ആന്റി. എന്തായാലും ഒരു സുവർണ അവസരം ആന്റി ആയിട്ട് കൊണ്ടേ കളഞ്ഞു കുളിച്ചു. എടി, പുറത്തു പോയവള് തിരികെ വരാതിരിക്കില്ലല്ലോ. നീ വാ, എന്ത് വേണോന്ന് എനിക്കറിയാം. ആഹാ, നീ എത്തിയോ? നിന്നെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. എന്നെയോ? എന്തിന്? അല്ല, നീ ഇതിപ്പോ എവിടെ പോയിട്ട് വരിക? നീ എവിടെ പോയതാണ് നിധി? അമ്മ എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്? വെറുതെ കഥ ഇറക്കല്ലേ നിധി. നീ പോയത് നിന്റെ വീട്ടിലേക്കുമല്ല, അമ്മയെ കാണാനുമല്ല. നീ വേറെ ആരെയോ കാണാൻ പോയതാ. അതാരെയാണെന്ന് മാത്രം പറഞ്ഞാ മതി. എന്താ അമ്മേത്? അമ്മയും കൂടെ ചേർന്നാണ് ഈ ചോദ്യം ചെയ്യലിനൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? നിധി പോയത് എന്തായാലും ഇവളുടെ അമ്മയെ കാണാനല്ല. പറഞ്ഞത് കള്ളവ. ശിവാനിയും വസു എല്ലാം എന്നോട് പറഞ്ഞു. നീ ഞങ്ങളെ നോക്കണ്ട. വേണമെങ്കിൽ ഞാൻ എന്റെ അമ്മയെ വിളിച്ച കോൾ റെക്കോർഡ് കേൾപ്പിക്കാം. നീ അവിടെ എങ്ങും ചെന്നിട്ടില്ലെന്ന് അമ്മ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അമ്മയെ കാണാൻ പോകുന്നുവെന്ന് ഏട്ടത്തിയോട് കള്ളം പറഞ്ഞിട്ട് നീ എവിടേക്കാ നിധി പോയത്? എന്താ നിധി നിന്ന് പരുങ്ങുന്നേ? നീ എവിടെ പോയതാണെന്നങ്ങ് പറ. അമ്മേ, നിധി പറഞ്ഞ കള്ളമൊന്നും അല്ല. അമ്മയെ കാണാൻ തന്നെ നിധി പോയത്. ഓഹോ, അങ്ങനെയാണോ? എങ്കി ഇവള് ജംഗ്ഷനിൽ ഓട്ടോ നിർത്തിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിയല്ലോ. അത് ആർക്ക് കൊടുക്കാനായിരുന്നു? പറയ്, ആർക്ക് കൊടുക്കാനാ ആ മരുന്ന് വാങ്ങിയതെന്ന്? വേറെ ആർക്ക് കൊടുക്കാൻ? ഞാൻ വാങ്ങിയത് എന്റെ അമ്മയ്ക്കുള്ള മരുന്നാ. ഓ, ആന്റിക്കുള്ള മരുന്ന് തന്നെയാ നിധി വാങ്ങിയത്. മതി ഗൗതം, നിധിക്ക് വേണ്ടി ബാധിക്കുന്നത് നീ ഒന്ന് നിർത്ത്. ഗൗതം, ഞാൻ നിന്റെ ഭാര്യയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവള് മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ നിന്നും എന്നെ കണ്ടിട്ട് മുങ്ങിക്കളഞ്ഞു. അല്ലെങ്കിൽ എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. എന്നോട് കള്ളം പറഞ്ഞിട്ട് എങ്ങോട്ടാ നിധി നീ പോയത്? അമ്മ, ഞാൻ പറഞ്ഞത് സത്യമാ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെയാ പോയത്. ദേ ദേ ദേ, വെറുതെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. ശരി, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. ഒരു കാര്യം ചെയ്യ, നിന്റെ അമ്മയെ ഇപ്പൊ ഒന്ന് ഫോണിൽ വിളിച്ചേ, എന്നിട്ട് സ്പീക്കറിലിട്.
ദേ നോക്ക്, വിളിച്ചിട്ട് നീയായിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞേക്കരുത്. നീ മരുന്നും വാങ്ങി വീട്ടിൽ ചെന്നിരുന്നുവെന്ന് നിന്റെ അമ്മ തന്നെ പറയട്ടെ. അത് സൂപ്പർ ഐഡിയ ആന്റി. വിളിക്ക്, നീ നിന്റെ അമ്മയെ വിളിക്ക്, കേൾക്കട്ടെ. അമ്മയെ കാണാനാ നിധി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും കൂടുതൽ തെളിവെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. തെളിവെടുപ്പ് വേണം. ഇന്ന് ഇവളുടെ കള്ളം തെളിയിച്ചേ പറ്റൂ. നീ ഫോൺ എടുത്ത് വിളിച്ചേ അങ്ങോട്ട്. എന്തിനാ മടിക്കുന്നത്? നിധി വിളിക്കങ്ങോട്ട്. ദേ, നീയായിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞേക്കരുത്. ഹലോ, എന്താ മോളെ? ഹലോ മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? നീ കൊണ്ടുവന്ന ഗുളിക കഴിച്ച ശേഷം അല്പം ആശ്വാസമുണ്ട് മോളെ. വീട്ടിലേക്ക് വരുന്നൊന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോ തനിച്ചായിരിക്കുന്ന ഞാൻ കരുതിയത്. എന്തായാലും കുറെ നാളുകൂടി ഗൗതം മോനും എന്നെ കാണാൻ വന്നല്ലോ. എനിക്ക് വലിയ സന്തോഷമായി മോളെ. ആന്റിയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ സമയം കിട്ടിയില്ല. ഇന്ന് നിധി അങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു, ഒന്ന് വന്ന് ആന്റിയെ കണ്ടിട്ട് തന്നെ വേറെ കാര്യമുണ്ട്. എന്തായാലും ആന്റി ഹാപ്പി അല്ലേ? ഹാപ്പി ആണോന്നോ? എന്നേക്കാൾ സന്തോഷം ഇന്ന് ഗൗതം മോനാണെന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? എന്താ മോനെ ഒന്നും മിണ്ടാത്തെ? ഞാൻ സന്തോഷത്തിലാണെന്ന് ആന്റി പറഞ്ഞത് സത്യം തന്നെയാ. അതെന്താന്നറിയോ? ഞാനിപ്പോ ഇഞ്ചി തിന്ന 2 കുരങ്ങന്മാരെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കേ. അതിന്റെ ഒരു സന്തോഷം. കുരങ്ങന്മാരോ? അതെവിടെ? ആ, കുരങ്ങന്മാരൊക്കെ ഉണ്ടമ്മേ. ആ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്നാ വെക്കട്ടെ. അപ്പോ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അമ്മേ, ഈ കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് അധികം ഇടപെടുന്ന സൂക്ഷിച്ചു വേണം. അതുപോലെ ഓരോ വിക്രയകളും കിറുക്കളും ഒക്കെ കാണിക്കാൻ പിന്നെ അമ്മയ്ക്കും തോന്നും. പറഞ്ഞില്ല എന്ന് വേണ്ട. മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് ഒരു ഏടാകൂടത്തിൽ കൊണ്ട് ചാടിച്ചോളൂ. ഛേ.